ഹലോ ആൾ ഡോട്ട്നെറ്റ് കോറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോട്ട്നെറ്റ് കോറിലെ ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡോട്ട്നെറ്റ് കോറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ. എല്ലാവരും ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ എന്താണെന്ന് വളരെ ഡീപ്പായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ഇത് നമ്മളുടെ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ എല്ലാ ഇന്റർവ്യൂവിനും ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ ചോദിച്ചിരിക്കും. അത് മസ്റ്റാണ്. അതുകൂടാതെ നിങ്ങൾ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ എന്താണെന്ന് നല്ലതുപോലെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷനെ പറ്റി ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ എന്നും എന്താണ് ഇൻവേഷൻ ഓഫ് കൺട്രോൾ എന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ്റെ ബേസിക്സ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോകളിൽ ഡോട്ട്നെറ്റ് കോറിൽ നമ്മൾ എങ്ങനെയാണ് ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ്റെ തിയറി പാർട്ട് നോക്കാം. തിയറി പാർട്ട് നോക്കിയതിന് ശേഷം നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിസൈൻ പാറ്റേൺ ആണ്. ഇത് നമ്മൾ മെയിനായിട്ട് നമ്മളുടെ ഡോട്ട്നെറ്റ് കോറിലെ കമ്പോണൻസ് തമ്മിൽ ലൂസ്ലി കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം ഒരു ഡാറ്റ ആക്സസ് ലെയർ ഉണ്ട്. നമ്മൾ ആ ഡാറ്റ ആക്സസ് ലെയറിനെ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ ബിസിനസ് ലെയറിൽ നമ്മൾ ആ ഡാറ്റ ആക്സസ് ലെയറിന്റെ ഇൻസ്റ്റൻസ് നമ്മൾ മെയിനായിട്ട് ബിസിനസ് ലോജിക് ലെയറിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് ലോജിക് ലെയറും ഡാറ്റ ആക്സസ് ലെയറും തമ്മിൽ ടൈറ്റ്ലി കപ്ലിംഗ് ആയി പോകും. അപ്പോൾ നമ്മളിവിടെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻസ്റ്റൻസ് ക്രിയേഷൻ ബിസിനസ് ലോജിക് ലെയറിൽ ചെയ്യാതെ അത് നമ്മൾ വേറൊരു ഭാഗത്ത് നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ലോജിക് ലെയറിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പിലുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ ഉണ്ട്, മെത്തേഡ് ഇഞ്ചക്ഷൻ ഉണ്ട്, പ്രോപ്പർട്ടി ഇഞ്ചക്ഷൻ ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലൂസ്ലി കപ്ലിംഗ് ആവും. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഈസിയർ ആവും. കോഡിന്റെ മെയിൻ്റനബിലിറ്റി നമുക്ക് ഈസി ആയിരിക്കും. സെൻട്രലൈസ്ഡ് കോൺഫിഗറേഷനും ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷന്റെ അഡ്വാൻറ്റേജസ്. നമുക്കിനി ഇതിന്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഒരു പുതിയ പ്രോജക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ഈ വീഡിയോ സീരീസിൽ ഇതുവരെ നമ്മൾ MVC പ്രോജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് നമുക്ക് ഡോട്ട്നെറ്റ് കോറിലെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് പഴയ പ്രോജക്റ്റിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യമേ നമുക്കൊരു സർവീസ് ലെയർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആഡ് ന്യൂ ഐറ്റം. ഞാൻ ഇതിനൊരു പേര് കൊടുക്കുന്നു. ടെക്സ്റ്റ് ബ്ലോക്ക് റൈറ്റർ. നമുക്കിത് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ വളരെ സിമ്പിളായിട്ട് കൂടുതൽ ലോജിക്കുകളൊന്നും എഴുതുന്നില്ല. ഞാൻ ഇതിനകത്തൊരു മെത്തേഡ് എഴുതാണ്. പബ്ലിക് വോയിഡ് സേവ് ബ്ലോക്ക് ഡീറ്റെയിൽസ്. ഓക്കെ, അത് നമുക്ക് എന്തെങ്കിലും ലോജിക്ക് എഴുതണം. ഞാനിപ്പം പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇതിനകത്ത് എഴുതുന്നില്ല. അപ്പോൾ ഞാനൊരു സർവീസ് ലെയർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ സർവീസ് ലെയറിനെ എനിക്ക് കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒരു കൺട്രോളറും കൂടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഒരു കൺട്രോളർ ഉണ്ട്. നമുക്ക് ആ സെയിം കൺട്രോളർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു പുതിയ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് വോയിഡ് ആഡ് ലോക്ക്.
ഇനി എൻ്റെ സർവീസ് ലെയറിനെ ഞാനിവിടെ വിളിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എനിക്കിവിടെ ഒരു ഒബ്ജക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിനകത്തുള്ള മെത്തേഡിനെ നമുക്ക് കോൾ ചെയ്യാം. ഡോട്ട് സേവ് ലോഗ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർവീസ് നമുക്ക് എന്തെങ്കിലും ലോഗ് റൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡിനെ വിളിച്ചാൽ മതിയായിരിക്കും. ഇതിനെ നമുക്ക് നമ്മളുടെ ഏതെങ്കിലും ആക്ഷനകത്ത് നമുക്കത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ലോഗ്സ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ വിളിച്ചാൽ മതി. അപ്പോൾ ഇത് ലോഗ് ക്രിയേറ്റ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണ്? അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കൺട്രോളറും കൂടെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ആയിട്ട് കൺട്രോളർ MVC കൺട്രോളർ ആഡ്. ഓക്കെ, നമുക്കൊരു കൺട്രോളറും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ഈ സെയിം മെത്തേഡിനെ നമുക്ക് അവിടെയും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ലോഗ് റൈറ്ററിനെ ഞാൻ 2 കൺട്രോളറിൽ വിളിച്ചിട്ടുണ്ട്. ഹോം കൺട്രോളറിലും വെതർ ഫോർകാസ്റ്റ് കൺട്രോളറിലും ഞാൻ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എത്ര കൺട്രോളർ ഉണ്ടോ അതിനകത്തെല്ലാം ഒരുപക്ഷെ ഞാൻ ഈ ലോഗ് ചെയ്യാനുള്ള മെത്തേഡ് വിളിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു റിക്വയർമെന്റ് വരികയാണ്. ഇതിപ്പം ഞാൻ ഈ ലോഗ് റൈറ്റ് ചെയ്തേക്കുന്ന ടെക്സ്റ്റ് ഫയലിലേക്കാണ്. അപ്പോൾ അവർ പെട്ടെന്ന് പറയാണ് എനിക്ക് ടെക്സ്റ്റ് ഫയലിൽ റൈറ്റ് ചെയ്യേണ്ട, പകരം എനിക്ക് ഡാറ്റാബേസിൽ ഈ ലോഗ് സേവ് ചെയ്യണം. അപ്പം ഞാൻ എന്താ ചെയ്യുക? അപ്പം ഞാൻ വന്നിട്ട് ഡാറ്റ സർവീസ് ലെയറിനകത്ത് നമ്മൾ ഒരു ക്ലാസ്സും കൂടെ ആഡ് ചെയ്യും. സോറി, ഒരു ക്ലാസ്സും കൂടെ db log writer. എന്നിട്ട് DBയിലേക്ക് ലോഗ് റൈറ്റ് ചെയ്യാനുള്ള കോഡ് നമ്മളിവിടെ എഴുതി കൊടുക്കും. അപ്പോൾ റിക്വയർമെന്റ് ഇപ്പോൾ എന്താ വേണ്ടത്? ഇനിയിപ്പം എനിക്ക് സേവ് ചെയ്യേണ്ടത് DBയിലോട്ടാണ്. അപ്പം ഈ ക്ലാസ് ആണ് നമ്മളിവിടെ വിളിക്കേണ്ടത്. അപ്പം ഇനി എന്ത് ചെയ്യണം? ഞാൻ എവിടെയൊക്കെ ഞാൻ ആ ടെക്സ്റ്റ് റൈറ്റർ എഴുതിയിട്ടുണ്ടോ അവിടെ എല്ലാം വന്നിട്ട് ഞാൻ ടെക്സ്റ്റ് ലോഗ് റൈറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് DB ലോഗ് റൈറ്റർ ആവും. ഇതിപ്പോൾ 2 കൺട്രോളറിലേ എഴുതിയിട്ടുള്ളൂ. അപ്പം നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോം കൺട്രോളറും നമ്മുടെ ടെക്സ്റ്റ് ലോഗ് റൈറ്ററും തമ്മിൽ ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. നമുക്ക് ഇതിന് പകരം വേറൊരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹോം കൺട്രോളർ അല്ലെങ്കിൽ ഇതിനെ വിളിച്ചേക്കുന്ന എല്ലാ കൺട്രോളറിലും വന്നിട്ട് നമ്മൾ ഓബ്ജക്റ്റ് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഓബ്ജക്റ്റ് നമ്മൾ വിളിക്കണം. ഇവിടെ ഇപ്പം ടെക്സ്റ്റ് ലോഗ് റൈറ്ററിന് പകരം നമുക്ക് DB ലോഗ് റൈറ്റർ എന്നുള്ള ക്ലാസ് നമ്മളിവിടെ ക്ലാസിന്റെ ഓബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എത്ര കൺട്രോളർ ഉണ്ടോ അത്രയും കൺട്രോളറിൽ പോയി വിളിക്കും. അപ്പോൾ ഇത് കാരണം ഇത് തമ്മിൽ ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. അത് മെയിൻ്റെനൻസ് നമുക്ക് ഡിഫിക്കൽട്ടി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചേഞ്ച് ആവുന്നതുകൊണ്ട് നമുക്ക് ടെസ്റ്റിങ്ങും കുറച്ച് ടഫായിരിക്കും. നമുക്ക് എല്ലാ സ്ഥലത്തും പോയി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിലുള്ള പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിനാരിയോ നമുക്ക് എങ്ങനെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ലോഗ് റൈറ്റ് നോക്കാൻ അതിനകത്ത് സേവ് ലോഗ് ഡീറ്റെയിൽ ഉണ്ട്. DBക്കകത്ത് നമുക്ക് സേവ് ലോഗ് ഡീറ്റെയിൽ ഉണ്ട്. നമുക്ക് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം. ഐ ലോഗ് റൈറ്റർ എന്ന് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഒരു മെത്തേഡാണുള്ളത്. ആ മെത്തേഡ് നമുക്ക് ഇന്റർഫേസിനകത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇന്റർഫേസിനെ നമ്മളുടെ 2 ക്ലാസ്സുകളിലും ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഞാൻ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ 2 ക്ലാസ്സിലും ഞാൻ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മളുടെ ഇപ്പം നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മളുടെ കൺട്രോളറിനകത്ത് വന്നിട്ടാണ്. ഏതൊക്കെ കൺട്രോളർ ഉണ്ട് അവിടെയാണ് ഞാൻ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഈ ഇൻസ്റ്റൻസ് ക്രിയേഷൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം. ഡോട്ട്നെറ്റ് കോറിലെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും നുഗറ്റ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നേനെ. എന്തെങ്കിലും ഇൻജക്റ്റ് പോലുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ
നമുക്ക് ഡോട്ട് നെറ്റ് കോറിൽ നമുക്ക് ബൈ ഡിഫാൾട്ട് പ്രോഗ്രാം ക്ലാസ്സിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ബിൽഡർ ഡോട്ട് സർവീസസ് ഡോട്ട് ആഡ് നമുക്ക് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ മെയിനായിട്ട് 3 രീതിയിൽ ഡോട്ട് നെറ്റ് കോറിൽ ചെയ്യാം. ഇപ്പം തൽക്കാലം ഞാൻ ആഡ് സിംഗിൾട്ടൺ മാത്രമേ പറയുന്നുള്ളൂ. ആഡ് സിംഗിൾട്ടൺ, ആഡ് സ്കോപ്ഡ്, ട്രാൻസിയൻറ്റ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇനി ഇതിനകത്താണ് നമ്മളുടെ ക്ലാസ്സുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ആഡ് സിംഗിൾട്ടൺ പാക്കറ്റിനകത്ത് നമ്മളുടെ ഇൻ്റർഫേസ് ഏതാണ്? ലോഗ് റൈറ്റർ കോമ. ഇപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടത് ഈ ക്ലാസ് ആണ്. DB ലോഗ് റൈറ്റർ എന്ന് പറഞ്ഞ ക്ലാസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സും ഇൻ്റർഫേസും ഞാനിവിടെ രജിസ്റ്റർ ചെയ്തു. ഇനി ഈ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഓബ്ജക്റ്റ് നമുക്ക് നമ്മൾ ഇവിടെ കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൺട്രോളറിൽ പോയിട്ട് നമുക്കൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യും. CTOR ടാബ് അടിച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ക്രിയേറ്റ് ആവും. ഇനി ഞാനിവിടെ ഒരു പ്രൈവറ്റ് വേരിയബിൾ ആദ്യമേ ഡിക്ലെയർ ചെയ്യാം. പ്രൈവറ്റ് ലോഗ് റൈറ്റർ എന്ന് കൊടുക്കാം. ലോഗ് റൈറ്റർ. ഓക്കെ, ഇത് ഏത് ക്ലാസ് ആണ്? ഏത് ഇന്റർഫേസ് ഏതാണ്? ലോഗ് റൈറ്റർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈപ്പ് കൂടെ കൊടുക്കാം. ഇനി നമ്മൾ കൺസ്ട്രക്ടർ ഇഞ്ചക്ട് ചെയ്യുന്നത് കൺസ്ട്രക്ടർ വഴിയാണ്. ഓക്കെ, നമുക്ക് ലോഗ് റൈറ്റർ നമുക്ക് ഒരു ഓബ്ജക്റ്റ് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന വേരിയബിളിലേക്ക് നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓബ്ജക്റ്റ് നമുക്കെടുത്ത് അസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തില്ല, പകരം നമ്മൾ പ്രോഗ്രാം ക്ലാസ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ കൺസ്ട്രക്ടർ വഴി ഞാനത് ഇഞ്ചക്ട് ചെയ്തു. ഇനി എവിടെയൊക്കെ ഞാൻ നമ്മളുടെ ലോഗ് റൈറ്ററിൻ്റെ ഓബ്ജക്റ്റ് യൂസ് ചെയ്യുന്നു അവിടെയെല്ലാം ഇനി മുതൽ നമുക്ക് ഈ ഓബ്ജക്റ്റ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളിവിടെ ഇനി ഈ ഓബ്ജക്റ്റ് ക്രിയേഷൻ ഇവിടെ ആവശ്യമില്ല, പകരം നമുക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഓബ്ജക്റ്റ് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മളുടെ ഈ ക്ലാസ് ലൂസ്ലി കപ്പിൾഡ്, അതായത് ഓബ്ജക്റ്റ് ക്രിയേഷൻ ഞാനിവിടെ ചെയ്യുന്നില്ല, പകരം ഞാനത് പ്രോഗ്രാം .cs നമ്മളത് ചെയ്യുന്നത്. ഇനി ഒരു സ്ഥലവും കൂടെ ഉണ്ടല്ലോ, അവിടെയും കൂടെ നമുക്ക് ഇതേപോലെ കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ കൊടുക്കും. രണ്ടാമത്തെ കൺട്രോളർ ഏതായിരുന്നു? വെതർ ഫോർകാസ്റ്റ്. ഞാൻ ഇവിടെ നമുക്കൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഓബ്ജക്റ്റ് ഡോട്ട് നമ്മളുടെ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ലൂസ്ലി കപ്പിൾഡായി. ഇനി എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഏത് ഓബ്ജക്റ്റ് ആണ് നമ്മളിവിടെ ഇഞ്ചക്ട് ചെയ്യുന്നത്? DB ലോഗ് റൈറ്റർ. ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ 2 കൺട്രോളറിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാറ്റിയിട്ട് ടെക്സ്റ്റ് ലോഗ് റൈറ്റർ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി? നമ്മുടെ പ്രോഗ്രാം ക്ലാസ്സിൽ നമ്മളുടെ DB ലോഗ് റൈറ്റർ മാറ്റിയിട്ട് ടെക്സ്റ്റ് ലോഗ് റൈറ്റർ മാറ്റി കൊടുത്താൽ മതി. ഇപ്പം ഏത് ക്ലാസ്സിലോട്ട് അത് പോയിന്റ് ചെയ്യും? നമ്മുടെ ടെക്സ്റ്റ് ലോഗ് റൈറ്റർ. DB ലോഗ് റൈറ്റർ വേണമെങ്കിൽ അതിൻ്റെ ക്ലാസ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ചേഞ്ചസ് എവിടെ മാത്രമേ വരുന്നുള്ളൂ? ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ കൺട്രോളറിൽ നമുക്കിവിടെ ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. കാരണം കൺട്രോളറിൽ ഞാൻ കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ വഴി ആണ് ഓബ്ജക്റ്റ് ഞാൻ ഇതിനകത്തോട്ട് പാസ് ചെയ്യുന്നത്. അപ്പം ഓബ്ജക്റ്റ് ക്രിയേഷൻ ഒരിക്കലും കൺട്രോളറിൽ നടക്കത്തില്ല. അത് പ്രോഗ്രാം .cs മാത്രമേ പറ്റത്തുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും മെക്കാനിസം വഴി ലോഗ് റൈറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ക്ലാസ്സിനെ പ്രോഗ്രാം .csനകത്ത് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ രീതിയിലാണ് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ നമ്മൾ .NET കോറിൽ
ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. അപ്പോൾ മെയിനായിട്ട് 3 രീതിയിൽ നമുക്ക് ഡോട്ട് നെറ്റ് കോറിൽ ഡിപെൻഡൻസി ഇൻജെക്ഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഒന്ന് ആഡ് സിംഗിൾട്ടൺ, ഇത് നമ്മളുടെ ആ ഒബ്ജക്റ്റിന്റെ ലൈഫ് ടൈം എന്ന് പറയും. അതായത് 3 രീതിയാണുള്ളത്. 3 ടൈപ്പിലുള്ള ഒബ്ജക്റ്റ് ലൈഫ് ടൈം ആണുള്ളത്. ഒന്ന് ആഡ് സിംഗിൾട്ടൺ, ആഡ് സ്കോപ്പ്, ആഡ് ട്രാൻസിയന്റ്. ഇത് 3ഉം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിപെൻഡൻസി ഇൻജെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ആയിട്ട് ഇടുക. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.